നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പ്രായമാകുമ്പോഴും നമ്മുടെ യുവത്വവും ആരോഗ്യവും നഷ്ടപ്പെടാതെ ഫലപ്രദമായിട്ട് എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രായമാവുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങളിൽ വരുന്നതാണ് മുടി നരയ്ക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നതും നമുക്ക് ഊർജ്ജസ്വലത കുറഞ്ഞു വരുന്നതും ഒക്കെ. ഇതിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ചില ആളുകളെയൊക്കെ നമ്മൾ കാണുമ്പം അവർക്ക് ഒത്തിരി പ്രായം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് അവർക്ക് അത്രയും പ്രായം തോന്നിക്കില്ല. അതുപോലെ തന്നെ നേരെ തിരിച്ചു, വളരെ പ്രായം കുറഞ്ഞ ആളുകളായിരിക്കും, പക്ഷെ അവരുടെ അപ്പിയറൻസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി പ്രായം ആയതുപോലെ തന്നെ നമുക്ക് തോന്നും. കാരണം ഇപ്പൊ 30 വയസ്സുള്ള ആൾക്കാർക്ക് തന്നെ മുടി നരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. ഇതിൽ വരുന്നതാണ് നമ്മുടെ ഭക്ഷണ രീതി, ഉറക്കം, സ്ട്രെസ്, വ്യായാമം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ബോധപൂർവമായിട്ട് നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യുവത്വം സംരക്ഷിക്കാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും സാധിക്കും. വളരെ മനോഹരമായിട്ട് നമ്മൾ പറയില്ലേ, ഗ്രേസ്ഫുൾ ഏജിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയും. അതിനു വേണ്ടിയിട്ട് ആയുർവേദത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഭക്ഷണക്രമത്തിനെ കുറിച്ച് പറയാം. നമ്മൾ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സീസണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മളുടെ ഡയറ്റിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. സീസണൽ ആയിട്ടെന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കുമല്ലോ, കാലാനുസൃതമായിട്ട് നമുക്ക് പ്രാദേശികമായിട്ടൊക്കെ കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ. ഉദാഹരണത്തിന് മാമ്പഴം, ചക്ക, അതുപോലെ തന്നെ നാവൽ പഴം, പപ്പായ, തണ്ണിമത്തൻ, ഇതൊക്കെ വളരെ നല്ല ചോയ്സസ് ആണ്. കാരണം ഇതിലൊക്കെ ആന്റി ഓക്സിഡൻസും വിറ്റാമിൻ സി, അതുപോലെ തന്നെ ബീറ്റ കാരോട്ടിൻ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും അതുപോലെ തന്നെ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ ഉണ്ടാവുന്നത് തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി പച്ചക്കറികളിൽ ഇതുപോലെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ബിറ്റർ ഗോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ കയ്പങ്ങ, കയ്പ എന്നൊക്കെ പറയുന്നതാണ്. പല സ്ഥലത്തും ഇതിന് പല പേരാണ്. നമ്മൾ ചരക സംഹിതയിൽ ഇതിന് തിക്തരസ സ്കന്ധ ദ്രവ്യങ്ങളുടെ കൂട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. തിക്തം എന്ന് പറയുന്നത് കയ്പ് രസത്തിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ കയ്പ് രസമുള്ള ദ്രവ്യങ്ങൾക്കൊക്കെ ഒരു ഗുണമുണ്ട്. അതായത് നമ്മുടെ സ്കിന്ന്, ക്ലിയർ സ്കിന്ന് തരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ്, വിഷാംശങ്ങളൊക്കെ പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കയ്പങ്ങയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഗുണമുള്ള പച്ചക്കറികളാണ് ചീര, മത്തങ്ങ, പിന്നെ ഇതിലൊക്കെ നമ്മൾ നാളികേരം ചേർക്കുന്നതും പച്ചമുളക്, മുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർക്കുന്നതും പിന്നെ പയർ വർഗ്ഗങ്ങളും, ഇതെല്ലാം നല്ല ചോയ്സസ് ആണ്. കാരണം ഇതിലൊക്കെ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കൊളാജന്റെ ഉൽപാദനത്തിന് സഹായിക്കുകയും നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഭക്ഷണം കഴിക്കേണ്ട സമയം പ്രധാനമാണ്. സൂര്യാസ്തമയത്തോടു കൂടി നമ്മൾ രാത്രിയിലെ ഭക്ഷണം കഴിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ശരിയായിട്ടുള്ള രീതിയിൽ ദഹനം നടക്കുകയുള്ളൂ. രാത്രി ആവും തോറും നമ്മുടെ ദഹനശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ പരമാവധി രാത്രി ഒഴിവാക്കുക. കട്ടിയായ ആഹാരം കഴിക്കാൻ ഏറ്റവും നല്ലത് ഉച്ച സമയമാണ്. ഉച്ച സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദഹനശക്തി ഉണ്ടാവുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണം കഴിച്ച് ഒരു 2-3 മണിക്കൂറിന് ശേഷം മാത്രം ഉറങ്ങുക. അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കില്ല. അത് പിന്നീട് മറ്റു രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇനിയുള്ളത്, നമ്മൾ പാചകം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യ് വളരെ നല്ലൊരു ചോയ്സ് ആണ്. കാരണം ഈ പശുവിൻ നെയ്യിൽ ഒത്തിരി ആന്റി ഓക്സിഡൻസും അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യ്. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ മെമ്മറി, ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഒക്കെ വളരെ നല്ലൊരു രസായന ദ്രവ്യമായിട്ടാണ് ആയുർവേദത്തിൽ ഘൃതം എന്നാണ് നെയ്യിനെ പറയുന്നത്. ആയുർവേദത്തിൽ ഘൃതം വളരെ നല്ലൊരു രസായന ദ്രവ്യമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ മിതത്വത്തിൽ വേണം ഉപയോഗിക്കാനായിട്ട്. ഇതിന്റെ ഉപയോഗം അധികമായി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബാഡ് കൊളസ്ട്രോൾ, LDL ഒക്കെ ഇത് കൂട്ടും.
കൂട്ടാനായിട്ട് കാരണമായേക്കാം. അതുകൊണ്ട് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ ഈ നെയ്യ് ഉപയോഗിക്കണമെന്ന് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ ലിപ്പിഡ് പ്രൊഫൈലും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് കൊളസ്ട്രോൾ അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ നെയ്യ് ഇപ്പം ഉപയോഗിക്കേണ്ട. അല്ലാതെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു 10 മുതൽ 15 ഗ്രാം വരെ നെയ്യ് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ദിവസം ഉൾപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം കുടിക്കാന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുകയും അത് നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തെയൊക്കെ വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ചർമ്മം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശരീരത്തിന് ആവശ്യമായ അത്രയും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി യുവത്വം സംരക്ഷിക്കാനായിട്ട് ആയുർവേദത്തിൽ പറയുന്ന ചില രസായന ദ്രവ്യങ്ങളെ കുറിച്ച് നോക്കാം. ഇതിൽ ആദ്യമേ തന്നെ പറയുന്നത് നെല്ലിക്കയാണ്. ഒരു നെല്ലിക്ക നമ്മൾ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. നിത്യസേവനീയ ദ്രവ്യമായിട്ടാണ് ആയുർവേദത്തിൽ നെല്ലിക്കയെ പറയുന്നത്. നിത്യസേവനീയം എന്ന് പറയുന്നത് നിത്യവും ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ദ്രവ്യമാണ്. അതായത് ഒരു നെല്ലിക്ക നിത്യവും കഴിക്കുക. കാരണം നെല്ലിക്ക നമ്മുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി കൂട്ടാനും അതുപോലെ കണ്ണിന്റെ ആരോഗ്യം, കാഴ്ചയ്ക്കും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും മുടി വളരാനും അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്താനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. ധാരാളം ആന്റി ഓക്സിഡൻസും വിറ്റാമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ലൊരു രസായന ദ്രവ്യമാണ്. ഈ ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നെല്ലിക്ക കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഒക്കെ വരുമോ എന്നുള്ളൊരു ചോദ്യം. ഒരു നെല്ലിക്ക നമ്മൾ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവില്ല. മിക്ക ആളുകളിലും സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നെല്ലിക്ക ഒരു ദിവസം കഴിക്കുക എന്നുള്ളത്. ഇനി ഒരു നെല്ലിക്കയുടെ സ്ഥാനത്ത് നമ്മൾ ഒരുപാട് നെല്ലിക്കകൾ എടുത്തിട്ട് നെല്ലിക്ക ജ്യൂസ് ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിലാണ് ഇതുപോലുള്ള പാർശ്വഫലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ മിതത്വം പാലിക്കാതെ അമിതമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മഞ്ഞള്, ഇഞ്ചി ഇത് രണ്ടും നല്ല ദ്രവ്യങ്ങളാണ്. മഞ്ഞളിലുള്ള കുർക്കുമിൻ യുവത്വമുള്ള ചർമ്മം നിലനിർത്താനായിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ ഇഞ്ചിയുടെ കാര്യം പറഞ്ഞു, നമ്മുടെ ചർമ്മത്തിലേക്ക് രക്തയോട്ടമൊക്കെ കൂട്ടാനും അതുപോലെ തന്നെ ചർമ്മത്തിലെ ടോക്സിൻസിനെയൊക്കെ പുറന്തള്ളാനും ഒക്കെ ഇഞ്ചി സഹായിക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയും മഞ്ഞളും ഒക്കെ പറഞ്ഞപ്പം ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ഇഞ്ചി എടുത്ത് കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ വയറെരിച്ചില്, ഗ്യാസ്ട്രൈറ്റിസ് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിലേക്കാണ് പോകുന്നത്. കാരണം ഓരോരുത്തരുടെ ഗട്ട് ഹെൽത്ത് ഓരോ പോലെയാണ്. അത് ശ്രദ്ധിക്കുക, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി മാത്രം കഴിക്കുക. ഇനിയുള്ളത് നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഉറക്കമാണ്. കൃത്യമായിട്ടുള്ള ഉറക്കം, അതായത് ഒരു 7 മുതൽ 8 മണിക്കൂർ ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. കാരണം ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്കിന്നിന്റെ റീജനറേഷനും റിപ്പയറും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഉറക്കം വളരെ അത്യാവശ്യമാണ്. ആയുർവേദത്തിൽ നിദ്ര പറയുന്ന കോണ്ടെക്സ്റ്റിൽ ഒരു ശ്ലോകമുണ്ട്. നിദ്രായുത്തം സുഖം ദുഃഖം പുഷ്ടിഹി കാർഷ്യം ബലാബലം വൃഷത ക്ലീബത ജ്ഞാനം അജ്ഞാനം ജീവിതം ന ച എന്നാണ് പറയുന്നത്. അതായത് നിദ്രയാണ് സുഖത്തിനും ദുഃഖത്തിനും പുഷ്ടിക്കും. കാർഷ്യം എന്ന് പറയുന്നത് മെലിഞ്ഞു പോവുക, ഇമാസിയേറ്റഡ് ആവുക. പിന്നെ അതുപോലെ ബലത്തിനും അബലം വീക്ക്നെസ്സിനും അതുപോലെ പൊട്ടൻസിക്കും ഇംപൊട്ടൻസിക്കും. ജ്ഞാനം അജ്ഞാനം എന്ന് വെച്ചാൽ നോളജ്, ഇഗ്നോറൻസ്. പിന്നെ ജീവിതം മരണം. ഇതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ളതും ഇംപ്രോപ്പർ ആയിട്ടുള്ള നിദ്ര കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതായത് നല്ല ഉറക്കം കിട്ടുവാണെങ്കിൽ നമുക്ക് സുഖവും പുഷ്ടിയും ബലവും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ വിപരീതമായിട്ട് നമ്മൾ നല്ല ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൻ്റെയൊക്കെ വിപരീതം, പുഷ്ടിയില്ല, കാർഷ്യമായിരിക്കും, അബലമായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ പൊട്ടൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞു പോയിരിക്കുന്നത്. നിദ്രയുടെ ഗുണത്തിന് 2 വരി ശ്ലോകത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിദ്ര ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു 7-8 മണിക്കൂർ ഉറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇനി തന്നെ തീർക്കുക. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലൂടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനിയുള്ളത് നല്ലൊരു ദിനചര്യ, കൃത്യമായിട്ടുള്ള ദിനചര്യ. ഇതിൽ വ്യായാമം ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ യോഗ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം. പിന്നെ സ്ട്രെസ്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ, പ്രാണായാമ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സ്ട്രെസ്സിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് സ്ട്രെസ് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമാണ്.
കാരണം ഈ സ്ട്രെസ് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് വരും. ഏറ്റവും ആദ്യം നമ്മുടെ ഉറക്കത്തിനെ അത് ബാധിക്കും. പിന്നെ നമുക്കുണ്ടാവുന്ന പല അസുഖങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയും എനിക്ക് ദഹനം പ്രശ്നമാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പൊ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മൾ പ്രത്യേകമായിട്ട് പോയി പറയും ഡോക്ടറെ അടുത്ത്. പക്ഷെ അതിന്റെ ഒക്കെ ഒരു റൂട്ട് കോസ്, ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഈ സ്ട്രെസ് ആയിരിക്കും. അത് പക്ഷെ നമ്മൾ പറയില്ല, നമുക്ക് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് ഉണ്ട് എന്നുള്ള കാര്യം. അത് അൺഐഡന്റിഫൈഡ് ആയിട്ട് പോയേക്കാം പല കേസിലും. അതുകൊണ്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിനോടനുബന്ധമായിട്ടുണ്ടാവുന്ന പല പ്രശ്നങ്ങളും സ്ട്രെസ്സിന് നമ്മൾ ചികിത്സിക്കുന്നതിലൂടെ തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു കാര്യമാണ് ദിവസവും വ്യായാമം ചെയ്യാന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രീതിയിലാവാം. ഡാൻസ് ആയിട്ടോ, നീന്തലായിട്ടോ, ഇനിയിപ്പോൾ യോഗ, സൂര്യ നമസ്കാരം, എയറോബിക് എക്സസൈസ്, അതിൻ്റെ കൂടെ വെയിറ്റ് ട്രെയിനിങ്, ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള വ്യായാമം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വ്യായാമം നമ്മൾ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിന് സമയമില്ലെങ്കിൽ ഒരു 15 മുതൽ 20 മിനിറ്റെങ്കിലും ദിവസവും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം. ഇനി പലരും കേട്ടിട്ടുണ്ടാവും ആയുർവേദത്തിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ചികിത്സയാണ് രസായന ചികിത്സ. ഇത് 2 തരത്തിലാണ് രസായന ചികിത്സ ആയുർവേദത്തിൽ പറയുന്നത്. ഒന്ന് കുടിപ്രാവശ്യികവും മറ്റൊന്ന് വാതാതിപികവുമാണ്. അതിൽ കുടിപ്രാവശ്യികം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, കർശനമായിട്ട് നിയന്ത്രണങ്ങളോട് കൂടി ചെയ്യേണ്ട ഒരു ചികിത്സാ രീതിയാണ്. അത് പക്ഷെ ഒരിക്കലും നമുക്ക് വീട്ടിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ്. ഒരു കുടിയിലിരുന്നിട്ടാണ് ഈ ചികിത്സ ചെയ്യേണ്ടതും. അതല്ലാണ്ട് രണ്ടാമത് പറഞ്ഞത് വാതാതപികം. ഇതാണ് അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആഹാരത്തിന്റെയും മരുന്നിന്റെയും രൂപത്തിലൊക്കെ രസായന ചികിത്സ ഉൾപ്പെടുത്തി ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രസായന ചികിത്സയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ആയുർവേദ ഡോക്ടറിന്റെ സഹായം ആവശ്യമാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. പ്രകൃതിയൊക്കെ അസസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്തൊക്കെ മരുന്നാണെന്നും ആഹാര രീതിയൊക്കെ എങ്ങനെയാണെന്നും പറയാൻ പറ്റുള്ളൂ. ഇനി അതല്ലാണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ആയുർവേദ ക്രിയാകർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് അഭ്യംഗമാണ്. രണ്ടാമത്തേത് പ്രതിമർശ നസ്യവുമാണ്. അഭ്യംഗവും പ്രതിമർശ നസ്യത്തിനെയും കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കാരണം അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആർക്കൊക്കെ ഇത് ചെയ്യാം, ആർക്ക് ചെയ്തുകൂടാം, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അഭ്യംഗം എന്ന് പറയുന്നത് ദേഹത്ത് എണ്ണ തേക്കുന്നതിനെയാണ്. നമ്മളെ ചർമ്മത്തിന്റെ പോഷണത്തിനും ആരോഗ്യം നിലനിർത്താനും ഒക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫായിട്ട് നമുക്ക് ഈ അഭ്യംഗം ചെയ്യാന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പ്രതിമർശ നസ്യം, ഇത് നമ്മൾ മൂക്കിലേക്ക് മരുന്ന് ഒഴിക്കുന്നതിനെയാണ്. മരുന്ന് എന്ന് പറയുന്നത് നമുക്ക് എള്ളെണ്ണ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അണുതൈലം ഒക്കെ ഉപയോഗിക്കാം. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മുടെ സൈനസിലുള്ള കഫമൊക്കെ പുറന്തള്ളാൻ സഹായിക്കുകയും മുഖ സൗന്ദര്യം മെച്ചപ്പെടുത്താനും മുഖത്തേക്കുള്ള രക്തയോട്ടമൊക്കെ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ബാക്കി പ്രതിമർശ നസ്യം ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കുക. ഇതൊക്കെയാണ് ആയുർവേദത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ക്രിയാകർമ്മങ്ങൾ നമുക്ക് വീട്ടിൽ വെച്ചിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും അകാല വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് പുകവലിയും മദ്യപാനവും. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും പുകവലും മദ്യപാനവും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ ഒരു റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ നിർത്തേണ്ടതാണ്. അതുപോലെ തന്നെ വെയിൽ കൊള്ളുന്നത്, നമ്മൾ വെയിൽ കൊള്ളേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 10 മണിക്ക് മുമ്പാണ്, 4 മണിക്ക് ശേഷവും. ഇതിന്റെ ഇടയിലുള്ള സമയങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് നമ്മുടെ ചർമ്മത്തിനൊക്കെ ഡാമേജ് വരുത്താനായിട്ട് കാരണവും കൊളാജന്റെ ഉൽപാദനത്തെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയങ്ങളിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ കൊടയോ അല്ലെങ്കിൽ സൺ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശരിയായിട്ടുള്ള ഭക്ഷണ രീതി, വ്യായാമം, നല്ല ഉറക്കം, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ യൗവനവും ക്ഷേമവും ആരോഗ്യവും ഒക്കെ നമുക്ക് നിലനിർത്താനും സംരക്ഷിക്കാനും കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇനിയും വൈകിക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.